സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ മുന്നറിയിപ്പുകൾ ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടിനുള്ളിൽ കുടുങ്ങിയെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട് നിന്നും, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പുകൾ? അലക്സ്, ഉന്മേഷ, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രധാനമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീനമുണ്ട്. ഒപ്പം ഈ തെക്കു പടിഞ്ഞാറൻ കാറ്റ് അത് കേരള തീരത്തേക്ക് അനുകൂലമായി വീശുകയാണ്. അത് ശക്തമാകുന്നു കേരള തീരത്തേക്ക് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും സാധ്യതയുണ്ട്. ഇന്ന് സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി ഈ ഘട്ടം പങ്കുവയ്ക്കാനുള്ളത്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലും സമാനമായി വടക്കൻ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലുമാണ് ആ ജാഗ്രത തുടരേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആഗോള മഴപ്പാത്തി MGO പ്രതിഭാസത്തിൻ്റെ സ്വാധീനം വരും ദിവസങ്ങളിൽ പശ്ചിമ പസഫിക്കിലും അതുപോലെ തെക്കൻ ചൈനാക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകും. അതിനാൽ ചക്രവാത ചുഴികളും അതുപോലെ ന്യൂനമർദ്ദങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത് വരുന്ന 10 ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൻ്റെ സ്വാധീന ഫലമായിരിക്കും കാലവർഷക്കാറ്റ് കേരളത്തിലേക്ക് കൂടുതൽ സജീവമാകുന്നതും ഈ കാലവർഷം സജീവമായി തന്നെ പെയ്യാൻ സാധ്യതയുള്ളതും എന്ന പ്രവചനമാണ് അവർ നൽകുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത തുടരേണ്ടതുണ്ട്. ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ കൂടി ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി അലക്സ്, അതാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നിലനിൽക്കുന്ന മഴ മുന്നറിയിപ്പുകൾ. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഷാനു പറയുന്നത് മഴയിൽ കുതിർന്ന ഗുഡ് ഈവനിങ് എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ് ഷാനു. വിനീത് നാരായണൻകുട്ടിയും ഗുഡ് ഈവനിങ് അറിയിക്കുന്നുണ്ട്. സുനിൽ ലാൽ പറയുന്നത് പൊതുജനം കഴുതയല്ല എന്നല്ലേ പരിപാടിയുടെ പേര്. അങ്ങനെ പൊതുജനം കഴുതയല്ല സർ എന്നാണ് പരിപാടിയുടെ പേര്. കെ ശിവദാസ് പറയുന്നത് നല്ല മഴ വന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒലിച്ചു പോകും, അപ്പോൾ അതുവഴി കൊതുക് ശല്യം കുറയുമെന്നാണ് കെ ശിവദാസ് പറയുന്നത്. ജോസ്വിൻ കോട്ടയത്തെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. കോട്ടയം മറ്റക്കര കനത്ത മഴ, കാറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റയീസ് ബാവ പറയുന്നു മലപ്പുറത്ത് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല എന്ന് പറയുന്നു. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത് പാലക്കാട് ജില്ലയിൽ മഴ ശക്തമല്ലെങ്കിലും ചെറിയ ചാറ്റൽ മഴയുണ്ടെന്ന് പറയുന്നു. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നു കോഴിക്കോട് തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല, ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരുന്നു. പരവൂരിൽ നല്ല മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഴ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ശ്രീകുമാറാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇവർക്ക് പുറത്തേക്ക് വരാനായിട്ടുണ്ടോ? ശ്രീജിത്ത്,
ഇന്ന് ഉച്ചയോടുകൂടിയാണ് വനം വകുപ്പ് ജീവനക്കാർ കൊക്കാത്തോടിലെ വനമേഖലയിലേക്ക് പരിശോധനയ്ക്കായി പോയത്. ഈ മേഖലയിൽ സാധാരണ നടത്തുന്ന പരിശോധനയാണ്. 5 അംഗ സംഘമാണ് പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ 5 അംഗ സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. എന്തായാലും അടുക്കളപ്പാറ ഭാഗത്ത് വെച്ച് ഇവർക്ക് വഴിതെറ്റി. അതിന് പ്രധാനപ്പെട്ട കാരണം ശക്തമായ മഴ വനത്തിൽ ഉണ്ടായിരുന്നു. കാര്യമായ രീതിയിൽ മൂടൽ മഞ്ഞും ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ ഇവർ ഏത് ഭാഗത്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഒരേക്കർ എന്ന പ്രദേശമുണ്ട്. ആ മേഖലയിലൂടെ താഴേക്ക് ഇറങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ, റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച ശേഷം ആ മേഖലയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഇവർക്ക് വഴി തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ താഴേക്ക് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ശക്തമായ മഴയാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കട്ടപ്പനയിൽ നല്ല മഴയെന്ന് ജോബിൻ കട്ടപ്പന പറയുന്നുണ്ട്. സിനു പൊന്നാനിയിൽ മഴ കുറവാണെന്ന് പറയുന്നുണ്ട്. മറൂട്ടിച്ചാൽ നല്ല മഴ എന്ന് പറയുന്നു. കരിപ്പൂരിൽ നല്ല മഴയാണെന്ന് അലക്സാണ്ടർ പറയുന്നുണ്ട്. പെട്രോമാക്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്ന മൂവാറ്റുപുഴയിലും നല്ല മഴയാണ് എന്നുള്ളതാണ്. അങ്ങനെ മഴ വിവരങ്ങൾ സജീവമായി പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി കോട്ടയത്തേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, കോട്ടയത്ത് നല്ല മഴയുണ്ടെന്ന് ചില പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ എന്താണ് സാഹചര്യം? എന്തൊക്കെയാണ് ജില്ലയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ ടോബി? ഉന്മേഷ്, തീർച്ചയായിട്ടും പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും ഉണ്ടായത്. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും കൂട്ടിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തി. ഇതേ തുടർന്ന് പുല്ലകയാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റു മേഖലകളിൽ നഗരമേഖലകളിലും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള പ്രദേശങ്ങളിലും മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടിക്കൽ പോലെയുള്ള മേഖലകളിൽ 4 മണിക്ക് ശേഷം മഴയ്ക്കൊരല്പം ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ചാറ്റൽ മഴ ഇവിടെയും പെയ്യുന്നുണ്ട്, ഇപ്പോഴും പെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് 4 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയത്ത് ഇപ്പോഴുള്ളത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. മിഥില ബാലൻ ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്ടെ വിവരങ്ങളുമായി. മിഥില, കോഴിക്കോടും നല്ല മഴയാണോ ഇപ്പോൾ? മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം എന്താണ്? കനത്ത മഴയാണോ? ഉന്മേഷ്, നിലവിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ കോഴിക്കോട് ജില്ലയിൽ മഴയുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പേരാമ്പ്ര, നാദാപുരം, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലാണ് കടുത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ജില്ലയിൽ യെല്ലോ അലേർട്ടാണുള്ളത്. കടുത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത് മുൻ വർഷങ്ങളിൽ കാലവർഷത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ, അത്തരം പ്രദേശങ്ങളെല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ചാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലകളിലും മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറ്റ്യാടിയിൽ ഒരു അനിഷ്ട സംഭവം എന്നത് കുറ്റ്യാടിയിൽ ഒരു വീട് പൂർണ്ണമായും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. കിണറും ഒപ്പം തന്നെ കിണറിന്റെ ചുറ്റുമതിലും മോട്ടോർ പമ്പ് വെക്കുന്ന സ്ഥലവും അങ്ങനെ എല്ലാം തന്നെ ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കുറ്റ്യാടിയിലാണ് സംഭവിച്ചത്. ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിലവിലിപ്പോൾ കോഴിക്കോടിന്റെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി മിഥില, അപ്പോൾ കോഴിക്കോട് ജില്ലയിലും നല്ല മഴയാണ്. പ്രേക്ഷകർ ആലപ്പുഴയിലെ മഴയുടെ കാര്യം അറിയിക്കുന്നു. ആലപ്പുഴ മഴ ലീവ് വേണമെന്നാണ് ആവശ്യം. കൽപ്പറ്റ നല്ല മഴയാണെന്ന് ഷീജ അറിയിക്കുന്നുണ്ട്. കണ്ണൂർ ആലക്കോട് മഴ ആവറേജ് എന്ന് പറയുന്നു. സുൽത്താൻ ബത്തേരിയിലെ മഴയുടെ കാര്യം ബേബി ജോസഫ് അറിയിക്കുന്നു. വടകരയിലെ മഴയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റയീസ് പാവ മലപ്പുറത്തെ മഴയുടെ കാര്യം പറയുന്നുണ്ട്. അലിക്കുട്ടി മലപ്പുറം പെരുവള്ളൂരിൽ നല്ല മഴയാണെന്ന് പറയുന്നു.
TVM ചാറ്റൽ മഴയാണ്, 2.5 മണിക്കൂർ കൊണ്ട് നല്ല മഴയാണെന്ന് പറയുന്നു. മുക്കത്തെ മഴയുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും പല ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. കൊടുവള്ളിയിൽ മഴ 3 മണിക്കൂറായി തുടരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ അറിയിക്കുന്നത്. മിനി ബാബു പറയുന്ന ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ 24ന്റെ കുട കിട്ടിയിട്ട് ഇന്നാണൊന്ന് പിടിച്ച് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നാണ് മിനി ബാബു അറിയിക്കുന്നത്. വടകര തിരുവള്ളൂരിൽ നല്ല മഴ കിട്ടിയെന്ന് ഇസ്മയിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പല ജില്ലകളിലെ മഴ സാഹചര്യം പ്രേക്ഷകർ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്.